അവർക്ക് തന്നെ കഥാപാത്രങ്ങളോട് ഇത് ഒരു 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 ഇഷ്ടം ചെയ്യാനൊരു ത്വര തോന്നിയതുകൊണ്ടാണ് സിനിമകൾ സംഭവിക്കുന്നത്. രണ്ടാമത് നമ്മുടെ നാട്ടിലുള്ള ഒരു സിനിമാറ്റിക് കൾച്ചർ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പല സ്ഥലത്തും അറിയാം, നമുക്ക് കറക്റ്റ് സൂപ്പർ സ്റ്റാർഡം ക്യാരി ചെയ്യുന്ന സൂപ്പർ സ്റ്റാർഡം അതൊരു റിയാലിറ്റിയാണ്. അത് ഇൻഡസ്ട്രീനെ താങ്ങി നിർത്തുന്ന ഒരു എലമെന്റുമാണ്. അതിന്റെ ശരിതെറ്റുകൾക്കപ്പുറത്ത് ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പം അത് ക്യാരി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഒരു കുറെ ഒക്കെ ഒരു ടെംപ്ലേറ്റ്സിന്റെ പുറകെ പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ പ്രൊട്ടഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് സങ്കല്പങ്ങളിൽ ഒരു പക്ഷം പിടിച്ച് മാത്രം പോകുന്ന ആൾക്കാരാണ് എല്ലായിടത്തും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കാണ് നമുക്കൊരു ഒരു 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 അവരുടെ ഉള്ളിലുള്ള നടന്മാരോട് കൂടുതൽ പ്രണയം തോന്നി അങ്ങനെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന പ്രൊട്ടഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് അവരുടെ ഉള്ളിലെ നടന്മാരെ എങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഒരു റിയാലിറ്റിയാണ് നമുക്ക് ഇതിനായിട്ട് ഒരു അടിസ്ഥാന പ്രേരക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഗതി ഉള്ളതാണ്. അത് പ്രത്യേകിച്ച് മമ്മൂക്കയാണെങ്കിൽ അങ്ങനെ ഒരു സംഗതിയെ പറ്റി ബോധർ ചെയ്യാതെ എങ്ങനെ തന്നെ ഉള്ളിലെ നടനെ കൂടുതൽ ബെറ്റർ ആക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ ഡയമെൻഷൻസിലോട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ പലരും ഇതിനകത്ത് വരുമ്പോഴും അതിനെപ്പറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഇത് ഇത്രയും വലിയ ആൾക്കാർ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും നടനും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ആരുടെ പക്ഷത്ത് നിൽക്കും, ഇപ്പൊ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡയമെൻഷനിലൂടെ തന്നെ പോകും ആൾക്കാർ ഈ സബ് കോൺഷ്യസ് വേയിൽ ഈ ഒരു സംഗതി ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. അതിന് ഒരു ഉത്തരം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോഴാണെന്ന് പറയാം. അതുവരെ ആ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.